പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ ദിവസത്തിനായി കർത്താവ് കൃപയാൽ തൻ്റെ സന്നിധിയിലേക്ക് തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായും നന്ദിയോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നുവല്ലോ. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്നെ മഹത്വപ്പെടുത്തുമെന്ന്. അതെ, ഈ ലോകം മുഴുവനുമുള്ള സകല വംശങ്ങളും ഭാഷകളും ഗോത്രങ്ങളും ജാതികളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ, ഇവരെല്ലാവരും തിരുമുമ്പിൽ വന്ന് നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ളതും ദൈവത്തിൻ്റെ നിയമം. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതും കർത്താവിൻ്റെ നിയമം. ആകയാലാണ് പറയുന്നത്, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന്. നിങ്ങൾക്കറിയാം, 120 ദിവസത്തെ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള സകല ജാതികളും ദൈവത്തെ അറിയണം, അവർ ദൈവത്തെ മാത്രം ആരാധിക്കണം, ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തണം, നമ്മുടെ കർത്താവ് മാത്രം ദൈവമാണെന്ന് അറിഞ്ഞ് ജീവിക്കണം. അതിനായിട്ടാണ് ഈ പ്രാർത്ഥന. ലോകം മുഴുവനുമുള്ളവർ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എങ്കിലും എത്ര പേർ അത് തിരിച്ചറിയുന്നു? തിരിച്ചറിയുന്നവരിൽ എത്ര പേർ ദൈവത്തെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുന്നു? എത്ര പേർ കർത്താവിനായി തങ്ങളെ തന്നെ നൽകുന്നു? അതെ, ദൈവത്തെ അറിയാത്തവർ കർത്താവിനെ അറിയേണ്ടതിന് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു എങ്കിൽ നാം അവരോട് ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കണം, അവർക്കായി പ്രാർത്ഥിക്കണം. അതിനായിട്ടുള്ളതാണ് ഈ 120 ദിവസത്തെ പ്രാർത്ഥന. ഇന്നിവിടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകൾ മടക്കിയിരിക്കുന്ന നിങ്ങൾ 120 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് കർത്താവിനെ മഹത്വപ്പെടുത്താനും നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ജീവനോടെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനായി മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ലോകത്തിലുള്ള കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്ന സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നിന്നെ നമസ്കരിക്കുമാറാകണമേ. സകലരും ദൈവത്തെ അറിയുവാൻ, പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായി കർത്താവ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. Praise the Lord. Glory to God. Hallelujah. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അങ്ങേക്ക് മഹത്വം. Glory to Jesus Christ. Hallelujah. Praise the Lord. Hallelujah. 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 എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ.
அபிஷேகம் பின்மாரியின் மழை பொழியும் காலம் வந்ததே. ஒரு மனதோடு சபையாரெல்லாம் ஒன்று கூடுங்கள், ஒரு மனதோடு ஊழியரெல்லாம் ஒன்று கூடுங்கள். கர்த்தர் பெரிய காரியம் செய்யும் வேளை வந்ததே, கர்த்தர் பெரிய காரியம் செய்யும் வேளை வந்ததே, வேளை வந்ததே. பனித்துளி போல் பொழிகிறதே தேவன் அபிஷேகம் பின்மாரியின் மழை பொழியும் காலம் வந்ததே. பனித்துளி போல் பொழிகிறதே தேவன் அபிஷேகம் பின்மாரியின் மழை பொழியும் காலம் வந்ததே. தலை குனிந்து வாழ்ந்தது போதும் தலையை உயர்த்திடு, சிங்கத்தை போல கர்ஜித்து எதிரியை துரத்திடு. தலை குனிந்து வாழ்ந்தது போதும் தலையை உயர்த்திடு, சிங்கத்தை போல கர்ஜித்து எதிரியை துரத்திடு. எங்கும் தேவனை தொழுது கொள்ளும் காலம் வந்ததே, எங்கும் தேவனை தொழுது கொள்ளும் காலம் வந்ததே. எழுப்புதல் அடைந்து இயேசு நாமத்தை எங்கும் உயர்த்துவோம், எழுப்புதல் அடைந்து இயேசு நாமத்தை எங்கும் உயர்த்துவோம். அல்லேலூயா 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 ஆமென். அல்லேலூயா 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 ஆமென். அல்லேலூயா. கோலியாத்தின் சத்தம் கேட்டு பயந்து போகாதே, உனக்குள் இருக்கும் தேவனை நீ மறந்து போகாதே. கோலியாத்தின் சத்தம் கேட்டு பயந்து போகாதே, உனக்குள் இருக்கும் தேவனை நீ மறந்து போகாதே. விசுவாசம் என்னும் கேடை தாளி ஜெயத்தை பெற்றிடு, விசுவாசம் என்னும் கேடை தாளி ஜெயத்தை பெற்றிடு. சத்துருவை உன் காலின் கீழே மிதித்து எறிந்திடு, சத்துருவை உன் காலின் கீழே மிதித்து எறிந்திடு. அல்லேலூயா 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 ஆமென். அல்லேலூயா 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 ஆமென். அல்லேலூயா. உலகத்தை கலக்கும் தேவ மனிதர் தெரிந்து கொண்டாரே, இருபுறமும் கருக்குள்ள பட்டயம் நமக்கு தந்தாரே. உலகத்தை கலக்கும் தேவ மனிதர் தெரிந்து கொண்டாரே, இருபுறமும் கருக்குள்ள பட்டயம் நமக்கு தந்தாரே. சிங்கத்தின் மேலும் பாம்பின் மேலும் நடந்து செல்லுவோம், சிங்கத்தின் மேலும் பாம்பின் மேலும் நடந்து செல்லுவோம். சத்துரு மேலே கொடியை ஏற்றி தேசத்தை சுதந்தரிப்போம், சத்துரு மேலே கொடியை ஏற்றி தேசத்தை சுதந்தரிப்போம். அல்லேலூயா 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 ஆமென். அல்லேலூயா 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 ஆமென். அல்லேலூயா. Hallelujah, hallelujah, hallelujah. Glory to Jesus, hallelujah. Glory to God, glory to Master, hallelujah, 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 hallelujah. Glory to God, glory to God, glory to Jesus Christ, hallelujah. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Praise the Lord, glory to God, praise the Lord, glory to God, praise the Lord, glory to Master, hallelujah, 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 hallelujah. Glory to God, glory to Master, hallelujah. നന്ദിയോടെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God, hallelujah, hallelujah. ദൈവാത്മശക്തി പ്രവഹിക്കുന്നതിനായി, കർത്താവിൻ്റെ പരിശുദ്ധാത്മശക്തി പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. Glory to Master, glory to God, glory to God, glory to God, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Glory to God, glory to Master, hallelujah.
നന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, ആദരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ, യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാ, എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാ, എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah, hallelujah. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതോർത്ത്, അവിടുത്തെ രക്തം ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതോർത്ത്, അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ വഴി നടത്തുന്നതോർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പിതാവേ. കർത്താവേ, അല്പനേരം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി പിന്നെയും പ്രവഹിക്കുമാറാകണമേ. കർത്താവിന്റെ ശക്തി പിന്നെയും പ്രവർത്തിക്കുമാറാകണമേ. ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകണമേ പിതാവേ. ഇന്ന് ഞങ്ങൾ ശ്രവിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ദൈവാത്മ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന വേളയിൽ കർത്താവിന്റെ വിടുവിക്കുന്ന കരം തിന്നെയും പ്രവർത്തിക്കുന്നതിനാൽ, കർത്താവിന്റെ കരം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. ഞങ്ങൾ ഏവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം
അതിൻ്റെ 6-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വാക്യം 6. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളറയിൽ കയറി നിന്റെ വാതിൽ അടച്ച് അവിടെ അദൃശ്യനായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളറയിൽ കയറി നിന്റെ വാതിലടച്ച് അവിടെ അദൃശ്യനായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല. അതല്ല ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു എന്നർത്ഥം. നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അത് പലർക്കും അറിയില്ല. 99% പേർക്കും അറിയില്ല. അവർ വിചാരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, കർത്താവ് നമുക്ക് തരേണ്ടതുണ്ട്, അത് കർത്താവിനോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥനയല്ല, അത് പ്രാർത്ഥന അപേക്ഷയാണ്. പ്രാർത്ഥന വേറെ, പ്രാർത്ഥന അപേക്ഷ വേറെ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ സ്പീക്കിംഗ് വിത്ത് അവർ ലോർഡ് ജീസസ്. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അതേസമയം ദൈവം നമ്മോടും സംസാരിക്കുന്നു. നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോടും സംസാരിക്കുന്നു. നമ്മോട് എങ്ങനെ സംസാരിക്കുന്നു? നാം ബൈബിൾ, നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ നിവർത്ത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. കാരണം ദൈവം പറഞ്ഞ് എഴുതിയതാണ് ബൈബിളിലെ തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ് ഈ ബൈബിളും സുവിശേഷവും. അപ്പോൾ നാം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നു, നാം ദൈവത്തോട് സംസാരിക്കുന്നു. പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓമൈറ്റി ലോർഡ്, നമുക്ക് സ്തോത്രം, 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 സ്തോത്രം എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവനാമത്തെ പുകഴ്ത്തി പാടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ അവസാന ഭാഗം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് ചോദിക്കാം. ചോദിപ്പിൻ എങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറയുന്നു ദൈവം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായി പിന്നെ ചോദിക്കാം. നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം, ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് ശേഷം, ദൈവത്തെ സന്തോഷപ്പെടുത്തിയതിന് ശേഷം, ദൈവനാമത്തെ പ്രകീർത്തിച്ചതിന് ശേഷം നാം
നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ്, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, നിനക്കറിയാമല്ലോ, നിനക്ക് ഹിതമാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്താ എന്ന് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? അത് നമ്മുടെ പ്രാർത്ഥന അപേക്ഷയിൽപ്പെടുന്നതാണ്. അത് പ്രാർത്ഥന അപേക്ഷയാണ്. കർത്താവേ നിനക്ക് ഹിതമായാൽ എനിക്കിത് ചെയ്തു തരണം, അല്ലാതെ എനിക്ക് അത് തരണം, ഇത് തരണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വന്ന് ഈ കാര്യം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതിനെ ഒന്ന് അവസാനിപ്പിച്ച് തരണം എന്ന് ദൈവത്തിന് ആലോചന കൊടുക്കാൻ നീ ആര്? ദൈവത്തിനെല്ലാം അറിയാം, നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, നിൻ്റെ ഹൃദയശുദ്ധി എന്താണെന്നറിയാം, നീ എന്തിനു വരുന്നുവെന്നറിയാം, നീ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു എന്നറിയാം, ദൈവത്തെ എന്തുമാത്രം സ്തുതിക്കുന്നു എന്ന് ദൈവത്തിനറിയാം, അതിലെന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ദൈവത്തിനറിയാം, നീ കാണിക്കുന്ന കളവുകൾ എന്താണെന്ന് ദൈവത്തിനറിയാം, നീ അഭിനയിക്കുന്ന അഭിനയം എന്താണെന്ന് ദൈവത്തിനറിയാം. നീ വെറുതെ പേരിന് വേണ്ടി പ്രാർത്ഥന സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞും കൊണ്ട് പോകുന്നതും ദൈവത്തിനറിയാം. ഇവിടെ പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഉള്ളറയിൽ കയറി, നിൻ്റെ ഉള്ളിൻ്റെ അറയിൽ, ഹൃദയത്തിൻ്റെ അറയിൽ കയറി നിൻ്റെ വാതിലടയ്ക്കണം, ഹൃദയവാതിലടയ്ക്കണം, ജന്നലും കതവും ഒക്കെ അടച്ചേക്കണം. എന്താണ് ജന്നലും കതവും അടയ്ക്കുക എന്ന് പറഞ്ഞാൽ? നിൻ്റെ ഹൃദയത്തിലെ കതവും ജന്നലും എല്ലാം അടയ്ക്കണം. നീ ഹൃദയത്തിൽ മാത്രം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് വേറെ ചിന്തകൾ അവിടെ വരാൻ പാടില്ല, വേറെ വിചാരങ്ങൾ വരാൻ പാടില്ല, വേറെ കാര്യങ്ങളെപ്പറ്റി നീ ചിന്തിക്കുവാൻ പാടില്ല. എല്ലാ ചിന്തകളും അകറ്റിക്കൊണ്ട് നിൻ്റെതായ എല്ലാ ആവശ്യങ്ങളെയും മറന്നുകൊണ്ട് മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ് പ്രാർത്ഥന. മനസ്സിലാക്കിക്കോ, ഒന്നായിട്ട് മനസ്സിലാക്കിക്കോ. പ്രാർത്ഥന എന്ന് പറയുന്നത് കളിയല്ല. പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് പോലും ജനങ്ങൾക്കറിയില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പാവം ജനം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു. അവരങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഒരു ചുക്കും നടക്കുകയില്ല, ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയുമില്ല. വൈകെ നിൻ്റെ വാതിലടച്ച്, നിൻ്റെ ഹൃദയവാതിലടച്ച് അവിടെ അദൃശ്യനായി, ആ മനുഷ്യരുടെ കണ്ണുകളിൽ കാണാൻ പറ്റാത്ത രീതിയിൽ കാണപ്പെടുന്ന, അദൃശ്യ രൂപത്തിൽ കാണപ്പെടുന്ന ദൈവത്തെ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അദൃശ്യനായി നിൻ്റെ പിതാവ് അവിടെ ഉണ്ട്. കണ്ണുകൾക്ക് കാണാൻ സാധ്യമല്ലാത്ത ഒരു പിതാവ്, ഒരു ദൈവം അവിടെ ഉണ്ട്. ആ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. രഹസ്യമായി കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു, എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും നിനക്ക് പ്രതിഫലം തരികയും ചെയ്യുമ്പോൾ അത് രഹസ്യമല്ല, പരസ്യമായി മാറും. നിന്റെ വലിയ രോഗങ്ങൾ, നിന്റെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, ഒരിക്കലും തീരാൻ സാധ്യതയില്ലാത്ത പല പല രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ, അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നിനക്ക് കിട്ടുന്നു. ഞങ്ങൾ രഹസ്യമായി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, രഹസ്യമായി നിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വഴി നിനക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് ദൈവം പരസ്യമായി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിച്ചത് രഹസ്യവും, എന്നാൽ അത് നിനക്ക് ഫലം തരുന്നത് പരസ്യവും. എങ്ങനെ? ഇന്ന ആൾക്ക് ഇന്ന രോഗം തീർന്നു, ഇന്ന ആൾക്ക് ഇന്ന കാര്യം നടന്നു, ഇന്ന ആൾക്ക് വീടില്ലായിരുന്നു, ഒരു വീട് കിട്ടി, ഇന്ന ആൾക്ക് ഒരു ഏറ്റനമില്ലായിരുന്നു, അയാൾക്കൊരു ഏറ്റനം കിട്ടി, ഇന്നൊരാൾക്ക് വിവാഹം നടക്കാൻ സാധ്യതയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെ വരുമ്പോൾ 10 പേർ അറിയുന്നു.
നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് 10 പേരറിയത്തക്ക രീതിയിൽ ദൈവം നിനക്ക് പ്രതിഫലം നൽകുന്നു. ഇതാണ് സത്യം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുണ്ട്. ആ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകുന്നു. അങ്ങനെ ദൈവം ഉടനടി പ്രവർത്തിക്കുന്നു. ചിലർക്ക് കുറേ ദിവസം കഴിഞ്ഞ് ദൈവം പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരുന്നു, ഉത്തരം തരുന്നു, ആ പ്രാർത്ഥന നിറവേറ്റുന്നു. എന്നാൽ ചിലർക്കാകട്ടെ എത്ര പ്രാർത്ഥിച്ചാലും നടക്കില്ല. ഒരു കാര്യം നടക്കാൻ വേണ്ടി എത്ര തന്നെ ബുദ്ധിമുട്ടി ഒരുപാട് സമയം മെനക്കെട്ടിരുന്ന് ജപിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടനെ കിട്ടുകയില്ല. വിഷമിച്ചു പോകും. പ്രാർത്ഥിക്കുന്ന ആൾക്ക് തന്നെ ആകെ മനപ്രയാസം ഉണ്ടായിപ്പോകും. എങ്കിലും ആ ഒരു വിശ്വാസം കൈവടിയാതെ പ്രാർത്ഥിക്കും. തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തിക്ക് വിടുതൽ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയിലും ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങളെ നടക്കൂ, നാം മനസ്സിൽ കരുതുന്നതല്ല. ഒരു പ്രാർത്ഥന ദൈവസന്നിധാനത്തിൽ നാം കടത്തി വിടുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വിടുതൽ ആ രോഗിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ സമയം കിട്ടിയിരിക്കും. അതിന് മുമ്പും കിട്ടിയില്ല, അതിന് പിമ്പും കിട്ടിയില്ല. ദൈവം നിശ്ചയിക്കുന്ന സമയം. ദൈവത്തിനൊരു സമയമുണ്ട് എല്ലാറ്റിനും. ആ സമയത്ത് ദൈവം അത് നടത്തി തന്നിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ സത്യം മനസ്സിലാക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോവുകയില്ല, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യമായാലും സത്യസന്ധമായ രീതിയിൽ, ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ, ദൈവത്തിന് ഹിതമായ രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള കാര്യമാണ് എങ്കിൽ, അത് ന്യായമായ കാര്യമാണ് എങ്കിൽ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും, പ്രവർത്തിച്ചിരിക്കും. നന്മകൾ നിനക്ക് അങ്ങനെ ധാരാളം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഇടപ്പാട്. 1-2മല്ല. ഇടപ്പാടിൽ വന്നവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയാനൊക്കാത്ത അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. യോഹന്നാൻ 9:31 വായിക്കേ. ദൈവം പാപികളെ ചെവി കൊള്ളുന്നില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പാപത്തിലിരുന്നു കൊണ്ട് ആ മൊത്തം എല്ലാം നശിച്ച് കാണപ്പെടുന്ന ഒരു മനുഷ്യൻ. ആരാണവൻ? രക്ഷിക്കപ്പെടാത്തവൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവൻ, ദൈവത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവൻ, ദൈവഭയം ഇല്ലാത്തവൻ, ദൈവദൂഷണമായി സംസാരിക്കുന്നവൻ, വചനം പാലിക്കാത്തവൻ, ദൈവത്തെക്കുറിച്ച് ഒട്ടും ഓർക്കാത്തവൻ, അവനാണ് പാപി. അവനാണ് പാപി. വായിക്ക്. ദൈവം ഈ പാപികൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ചിലർ പറയും പാപികളുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഇല്ല, ഇത് പറയുന്നത് കർത്താവായ യേശുവാണ്. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല എന്ന്. പക്ഷേ പാപികളെ ദൈവം സ്നേഹിക്കുന്നു, അത് വേറെ കാര്യം. പാപികളെ ദൈവം സ്നേഹിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു, അവരുടെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നടക്കുന്നു, അവർക്കൊരു തൊഴിലും ആ തൊഴിൽ മൂലം ഒരു വരുമാനവും ദൈവം നൽകുന്നു, അത് വെച്ച് അവർ ജീവിക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് അവർക്കറിയില്ല. എങ്കിലും ആ പാപികളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നു പാപികളെ, ദൈവം തള്ളിക്കളയുന്നില്ല. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ഈ പാപികൾ പ്രാർത്ഥിച്ചാൽ ദൈവം ചെവി കൊടുക്കുകയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും
അവൻ്റെ തിരുഹിതം നിറവേറ്റുകയും ചെയ്യുന്നവനെ ദൈവം ചെവി കൊള്ളുന്നു. ഹല്ലേലൂയ. അവൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരെയും ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്നറിയുന്നവരെയും. എന്താണ് ദൈവത്തിൻ്റെ തിരുഹിതം? രക്ഷിക്കപ്പെടണം എല്ലാവരും. ആരും നശിച്ചു പോകരുത്, ആരും നരകത്ത് പോകരുത്, എല്ലാവരും സ്വർഗത്ത് പോകണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നവൻ ആരാണോ, വചനപ്രകാരം ജീവിക്കുന്നവൻ ആരാണോ, സത്യസന്ധമായ രീതിയിൽ പെരുമാറുന്നവൻ ആരാണോ, ഹൃദയത്തിൽ കളങ്കമില്ലാതെ അസൂയയില്ലാതെ മറ്റുള്ളവരെ വെറുക്കാതെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ ഉണ്ടോ? ദൈവം തിരക്കുന്നു. രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ എവിടെയുണ്ട്? ദൈവം തിരക്കുന്നു. നിന്നെക്കുറിച്ച് ദൈവം തിരക്കുന്നു. ധ്യാനത്തിൽ ഇരുന്ന് രക്ഷിക്കപ്പെട്ട നിന്നെ ദൈവം തിരക്കുന്നു. ധ്യാനത്തിലിരുന്ന് അഭിഷേകം പ്രാപിച്ച നിന്നെ ദൈവം തിരക്കുന്നു. എൻ്റെ രക്ഷയും എൻ്റെ അഭിഷേകവും സ്വീകരിച്ച എൻ്റെ മകൻ, എൻ്റെ മകൾ എവിടെ? എൻ്റെ മകനും മകളും എവിടെ? അനുഗ്രഹങ്ങൾ കൂടി പോയപ്പോൾ സ്ഥലം വിട്ടു. ആ മാഹാത്മ്യം, ആരാധനയുടെ മാഹാത്മ്യം മറന്നു കളഞ്ഞു. ദൈവം തിരക്കുന്നു. ദൈവത്തെ ആഴ്ചയിൽ ഒരിക്കൽ, ഞായറാഴ്ച ദിവസത്തിലെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ രക്ഷയും അഭിഷേകവും ദൈവം നിനക്ക് തന്ന കൃപകളും നിന്നെ എടുത്തു മാറ്റും. അത് നിനക്ക് കിട്ടുകയില്ല. അങ്ങ് മാറ്റും. നിൻ്റെ പേരങ്ങ് വെട്ടും. പ്രാർത്ഥന കളിയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് കളിയല്ല. നേരെ ചൊവ്വേ നീ കാണപ്പെട്ടാൽ ദൈവം അതിൻ്റെതായ പ്രതിഫലം നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർക്ക് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. മാർക്ക് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും വല്ല വിരോധവും നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ക്ഷമിക്കണം. നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നീ ആദ്യം ഓർക്കണം, നിനക്ക് ഹൃദയത്തിൽ ആരോടെങ്കിലും വിരോധമുണ്ടോ? ആരെയെങ്കിലും നീ വെറുക്കുന്നോ? ആരെയാണ് നീ വെറുക്കുന്നത്? ആരോടാണ് നിനക്ക് പക? ആരോടാണ് നിനക്ക് വിരോധം എന്നുള്ളത് നീ ഓർക്കണം. ഓർക്കുന്ന നീ എന്ത് ചെയ്യണം? അവരോട് ക്ഷമിക്കണം. അവരോട് ക്ഷമിക്കണം. നീ അവർക്കെതിരായി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും, അവർ നിനക്കെതിരായി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും നീ അവരോട് നീ പൊറുക്കണം. നിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള വിരോധം എടുത്ത് പിഴുതു മാറ്റണം. നിൻ്റെ മനസ്സ് ആ വിരോധം എടുത്ത് നീ മാറ്റുമ്പോൾ നിൻ്റെ മനസ്സിനൊരു കുളിർകാറ്റ് വീശും. നിൻ്റെ മനസ്സിനൊരു സമാധാനമുണ്ടാകും. ആരെയെങ്കിലും നീ അവരോട് പൊറുക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഒരു കുളിർകാറ്റ് വീശുകയും നിനക്ക് സ്വയം ഒരു സമാധാനമുണ്ടാകുകയും ചെയ്യും. എങ്കിലേ അതിന് ശേഷം നീ പ്രാർത്ഥിച്ചാലേ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെങ്കിൽ കേൾക്കില്ല. മനസ്സിൽ ആരോടെങ്കിലും വിരോധവും വൈരാഗ്യവും കുശുമ്പും വച്ചുകൊണ്ട് നീ ഇടപാടിൽ കയറി പ്രാർത്ഥിച്ചാലും, നീ നിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒന്ന് ഓർക്കണം, ആ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. ആരോടെങ്കിലും ഒരല്പമെങ്കിലും പക ഉണ്ടേ എങ്കിൽ നീ ഓർക്കണം, നിന്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയി. നിന്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചു വൃഥാവായി പോയി. മാസക്കണക്കിന് വർഷക്കണക്കിന് പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതെ പോയി. എന്താണ് കാരണം? ഞാൻ പകയും വൈരാഗ്യവും വിരോധവും പ്രത്യേകം ചിലരോട് സംസാരിക്കാതെയും അവരെ വെറുക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിച്ചത് കൊണ്ടാണ്. അപ്പനെയും അമ്മയും തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. രാത്രിയിൽ തള്ളയെ ഇറക്കി വിട്ടത് കൊണ്ടാണ്. അപ്പന് ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ അപ്പനെ വയസ്സുകാലത്ത് തൂക്കിയിട്ട് അടിച്ച മിരട്ടി ആ പാവത്തിനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോയത് എന്നുള്ള സത്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നീ വിചാരിക്കും ദൈവം ഇത് കണ്ടില്ല എന്ന്. ദൈവം എല്ലാം കണ്ടു കഴിഞ്ഞു. നിന്റെ കളിയെല്ലാം ദൈവത്തിനറിയാം. പെറ്റ അമ്മയെയും അപ്പനെയും സ്നേഹിക്കുവാനും അവർക്ക് ആഹാരം കൊടുക്കുവാനും ഉടുതുണി കൊടുക്കുവാനും അവർ വയസ്സായ കാലത്ത് അവർ നോക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന അപ്പൻ, നിന്റെ അടുത്തിരിക്കുന്ന അമ്മ, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത നീ, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഇവരെയൊക്കെ സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത, കാണാൻ സാധിക്കാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? ആ ദൈവത്തിൻ്റെ വചനങ്ങളെ നീ എങ്ങനെ പാലിക്കും? ഓർമ്മിച്ചോ, പ്രാർത്ഥന എന്നുള്ളത് വൈരാഗ്യവും കുശുമ്പും വെച്ചുകൊണ്ട് ഇവിടെ കയറി വന്ന ഈ ഉള്ളതും പോകും. നിന്റെ കൃപകളെല്ലാം പൊട്ടി പുറപ്പെട്ടു പോകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതെ പോകും. നീ കിടന്ന് വിഷമിക്കും, ഇത്ര ആഴ്ച പോയല്ലോ, ഇത്ര മാസം പോയല്ലോ, എൻ്റെ കാര്യം നടന്നില്ലല്ലോ. ആദ്യം നീ നന്നാകണം. നീ നന്നായാലേ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേൾക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവഹിതമനുസരിച്ച് നാം എന്താവശ്യപ്പെട്ടാലും ദൈവഹിതമനുസരിച്ച് നാം എന്താവശ്യപ്പെട്ടാലും അവൻ അത് കേൾക്കും എന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. അവൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നാലേ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പണന്താ, മീനതാ, ആ കാര്യം സാധിച്ചതാ, ഈ കാര്യം നടത്തിത്താ, അങ്ങനെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടത്തിത്താ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അല്ലാതെ നിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് ചോദിച്ചുകൂടെയോ? ചോദിക്കാം. നിന്റെ എന്താവശ്യവും ചോദിക്കാം. അത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കാം. ചോദിക്കേണ്ട സമയം കർത്താവിനോട് ചോദിക്കണം. നീ നിന്നെ ശുദ്ധീകരിക്കണം. ആദ്യം നീ പാപമില്ലാത്തവളായി കാണപ്പെടണം, പാപമില്ലാത്തവനായി കാണപ്പെടണം. നിന്റെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കണം. ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ മാറ്റണം. അങ്ങനെ മാറ്റിയതിന് ശേഷം നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എങ്ങനെ? ദൈവഹിതമനുസരിച്ച് എന്താവശ്യപ്പെട്ടാലും അവൻ കേൾക്കും. വചനം പറയുന്നു, നീ നിന്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തി തരും. എങ്ങനെ? നിന്റെ ദൈവഹിതമനുസരിച്ച് നീ ആവശ്യപ്പെടണം. ദൈവഹിതമനുസരിച്ച് ആവശ്യപ്പെടണം.
നിന്റെ മനസ്സാക്ഷിയിൽ തെറ്റില്ലാതെ നീ കാണപ്പെടണം. നിന്റെ മനസ്സാക്ഷിയിൽ തെറ്റില്ലാതെ, അതെങ്ങനെ മനസ്സാക്ഷിയിൽ തെറ്റില്ലാതെ? നിന്റെ മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല ഒരിക്കലും. നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഒരു വിശുദ്ധി നിറഞ്ഞ ഹൃദയം നിനക്കുണ്ടായിരിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തിന് സ്വന്തക്കാരനായിരിക്കണം. വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീ ചോദിക്കുന്നത് ദൈവഹിതമനുസരിച്ച് നിനക്ക് ചെയ്തു തരും. എന്താവശ്യപ്പെട്ടാലും ചെയ്തു തരും. കാരണം നിന്റെ മനസാക്ഷിയിൽ തോന്നണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും സ്നേഹിക്കാതിരുന്നിട്ടില്ല, ഞാൻ ആർക്കും വിരോധിയായി കാണപ്പെടുന്നില്ല, എനിക്ക് ആരോടും പകയില്ല, വൈരാഗ്യമില്ല എന്ന് നിനക്ക് തോന്നണം. അത് നിന്റെ മനസാക്ഷിയിൽ കൊള്ളണം. നിന്റെ മനസാക്ഷിയിൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ നിന്റെ മകൻ നിന്നോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ നിന്റെ മകനായി ഞാൻ ജീവിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ നിന്റെ മകളായി ഞാൻ ജീവിക്കുന്നു. നിന്റെ ഹിതം, തിരുഹിതം എന്താണോ, നിന്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സാക്ഷിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എൻ്റെ മനസാക്ഷിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസാക്ഷിയിൽ ശുദ്ധിയോടുകൂടി നിന്നോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. നിനക്ക് ഹിതമായാൽ, നിനക്കിഷ്ടമായാൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരണമേ എന്ന് ധൈര്യത്തോട് ചോദിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ കഴിയും. യോഗ്യത എനിക്കുണ്ട്, ഞാൻ യോഗ്യതയുള്ളവളാണ്, യോഗ്യത ഉള്ളവനാണ് എന്ന് നിന്റെ മനസ്സാക്ഷിയിൽ ശരിയെന്ന് തോന്നിയാൽ എന്തു വേണമെങ്കിലും നിന്റെ ദൈവത്തോട് ചോദിക്ക്, ദൈവം നിനക്ക് തരും. നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. ദൈവത്തിന് ന്യായമായി തോന്നുന്ന ആവശ്യങ്ങൾ നിനക്ക് നിറവേറ്റി തരും. അത് നിന്റെ സമയത്തല്ല, ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ നിനക്കായി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, സഹോദരി, പ്രാർത്ഥന എന്നുള്ളത് കളിയല്ല. നീ പ്രാർത്ഥിച്ചാൽ എല്ലാം നിനക്ക് കിട്ടും. എന്നാൽ മനസാക്ഷിയിൽ ശുദ്ധിയുള്ളവനായി, മനസാക്ഷിയിൽ തെറ്റ് ചെയ്യാത്തവനായി, ദൈവത്തെ സ്നേഹിക്കുന്നവനായി, ദൈവത്തിനായി പ്രവർത്തിക്കുന്നവനായി, ദൈവവചനപ്രകാരം ജീവിക്കുന്നവനായി കാണപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീ കാണപ്പെടുമ്പോൾ, നിന്റെ മനസാക്ഷിയിൽ കുറ്റമില്ലാതെ നീ കാണപ്പെടുമ്പോൾ, നീ ആവശ്യപ്പെടുന്നതെല്ലാം ദൈവം നിനക്കൊരുക്കി തരും. നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റും. പ്രാർത്ഥന എന്ന് പറയുന്നത് കളിയല്ല, അതൊരു വലിയൊരു വിജയമാണ്. പ്രാർത്ഥന നിനക്ക് വിജയത്തെ കൊണ്ടുവരും. പ്രാർത്ഥിച്ചതുകൊണ്ട് നിനക്ക് ധാരാളം നന്മകൾ ഉണ്ടാകുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യവഴിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതായത് ദൈവത്തോട് സംസാരിക്കാം, നമ്മുടെ പ്രാർത്ഥന അപേക്ഷകൾ ദൈവത്തോട് പറയാം. ആ ദൈവം നമുക്കായി പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാണപ്പെടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്രതാരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്രതാരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമമാറ്റം വരുവാൻ പോകുന്നു. ഭീമമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗവാനിൽ വന്നിടും. യേശുരാജൻ വേഗവാനിൽ വന്നിടും. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. ഭരണാധികാരികൾ പൊടുന്നനവി മാറുന്നു. ഭരണാധികാരികൾ പൊടുന്നനവി മാറുന്നു. മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ദൈവമക്കൾ തേജസ്സേറി വാഴുമേ. ദൈവമക്കൾ തേജസ്സേറി വാഴുമേ. തൻ വരവിൽ മുന്നണിയായി നിന്നിടും അവർ. തൻ വരവിൽ മുന്നണിയായി നിന്നിടും അവർ. കാണും ഞാനും പ്രിയനെ എതിരേൽപ്പാൻ. കാണും ഞാനും പ്രിയനെ എതിരേൽപ്പാൻ. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻ വരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഹല്ലേലൂയ, 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 ஹalleluya. நம் ஆண்டவருக்கு நன்றி சொல்லுவோம். அவருடைய மேலான மகிமையான இல்லத்தில் நம்மை தம்மோடு சேர்த்து நிறுத்தி ஆண்டவரை ஆராதிப்பதற்காக அவர் தம்முடைய ஜீவ வல்லமையை நமக்கு அளித்திருக்கிறார். ஆவியோடும் உண்மையோடும் ஆண்டவரை போற்றி துதிக்க வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராகிய கடவுளை போற்றி துதிக்கும் மக்களை ஆண்டவர் தேடுகிறார். ஆண்டவரை ஆராதிக்கும் உண்மையான நல் மனத்தோரை ஆண்டவர் தேடுகிறார். ஹல்லேலூயா. யோவேல் தீர்க்கதரிசியின் புஸ்தகம் 1 அதிகாரம். யோவேல் தீர்க்கதரிசியின் புஸ்தகம் 1 அதிகாரம் 2, 3, 4 வசன வாசிப்போம். முதியோரே இதை கேளுங்கள், நாட்டு மக்களே நீங்கள் அனைவரும் செவி கொடுங்கள். முதியோரே நான் கூறுவதை கேளுங்கள், நாட்டு மக்களே நீங்கள் எல்லோரும் செவி கொடுங்கள். உங்கள் நாட்களிலோ உங்கள் தந்தையின் தகப்பன்மார்களின் நாட்களிலோ இதை போன்றதொன்று நடந்ததுண்டோ? அபிஷேகம் என்ன தெரியுமா? அபிஷேகம் என்றால் தெரியுமா?
அபிஷேகம் பெற்றுக்கொண்டவர்கள் இந்த கடலோரத்திலோ கரையோரத்திலோ இத்துணை மேலா இருந்தார்களா? ஆண்டவர் அவர்களை தனக்குரிய ஆலயமாக மாற்றி இருந்ததாக சரித்திரம் உண்டா? தெரியாதே, எங்கும் யாரும் சொன்னதில்லையே. இங்க என்ன வாசிக்க கேட்டீங்க? முதியோரே, முதியோரே இதை கேளுங்கள், நாட்டு மக்களே நீங்கள் அனைவரும் செவி கொடுங்கள். உங்கள் நாட்களிலோ உங்கள் தந்தையின் நாட்களிலோ இதை போன்றதொன்று நடந்ததுண்டா? ஆண்டவருடைய இரத்தத்தால் கழுகப்பட்டார்களா? ஆண்டவரிடமிருந்து பாவ மன்னிப்பை பெற்றுக்கொண்டார்களா? அபிஷேக ஆவி இறங்கியதா? அக்கினி ஜுவாலை பற்றி உடலை சுத்தம் பண்ணியதா? முதியோரே இதை கேளுங்கள், நாட்டு மக்களே நீங்கள் அனைவரும் செவி கொடுங்கள். நீங்கள் கேட்பதை பிறருக்கு தெரியப்படுத்த வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. உங்கள் நாட்களிலோ உங்கள் தந்தையரின் நாட்களிலோ இதை போன்றதொன்றை நீங்கள் கேட்டது உண்டா? ஆண்டவர் இயேசு வரப்போகிறார். அவரோடு புறப்பட்டு செல்ல வேண்டிய அவருடைய பிள்ளைகளுக்கான பரிசுத்த வல்லமையின் அபிஷேகம் ஆளுகை செய்கிறது. ஹல்லேலூயா. இந்த வல்லமை என்பது எதற்கென்றால், உங்களோடு நிலை கொண்டு உங்களில் இருந்து அவருடைய வருகையில் உங்களை தூக்கி மேலே கொண்டு செல்வதற்காக. ஹல்லேலூயா. அதை நாம் பாதுகாத்து, வைரம் போல வைர கல் இருந்தால் யாராவது அதை எப்படி எறிந்து விடுவார்களா, போட்டு விடுவார்களா? இல்லையே. உங்களுக்குள் குடிகொண்டிருப்பவர் ஆண்டவராம் ஆவியானவர். ஹல்லேலூயா. இந்த கடவுள் உங்களுக்குள்ளே வாசம் செய்வது, அவருக்கு ஜாதி இல்லை, அவருக்கு மதம் இல்லை. அவர் நம்மை அன்பு செய்கிறார், அவர் நம்மை நேசிக்கிறார். அவரோடு நாம் மேலே போக வேண்டும். இது ஒன்றுதான் ஆண்டவரின் திட்டம். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, ஆண்டவருக்கு ஜாதி மதம் இல்லை. நன்கு புரிந்து கொள்ளுங்கள். எல்லோரும் அவருடைய வருகைக்கு முன்பாக ஆவியானவரின் குடைக்கீழ், ஆவியானவர் நம் ஆண்டவரின் குடைக்கீழில் ஒருமைப்பாட்டில் ஒன்றிப்பார்கள், அவரை எதிர்கொள்வார்கள். ஹல்லேலூயா, ஹல்லேலூயா. அந்த மகத்தான காலம் இந்த காலமே. ஹல்லேலூயா. இனி ஒரு காலம் கிடையாதே. ஹல்லேலூயா. காலம் நெருங்கி விட்டதே. ஹல்லேலூயா. நாம் ஏழை மக்களுக்கு சொல்லுவோம், ஒருவேளை அவர்களுக்கும் இந்த பாக்கியம் கிடைக்கலாம். ஹல்லேலூயா. நீங்கள் என்ன செய்ய வேண்டும் என்று யோவேல் தீர்க்கதரிசி கூறுகிறார். உங்கள் பிள்ளைகளுக்கு இதை தெரியப்படுத்துங்கள். உங்கள் பிள்ளைகளோடு பேசுங்கள். எல்கேஜியோ யூகேஜியோ ஃபர்ஸ்ட் ஸ்டாண்டர்டோ படிக்கும் பிள்ளைகளை படி 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 படி. குழந்தைகள் நிம்மதியாக இருக்க முடியாது. ஹோம்ஒர்க் உண்டு, அது செய்து முடிச்சாயா படி. நுள்ளு வேற, அடி வேற, திட்டு வேற. ஒரு தாய் கூட யாருமே ஆண்டவரை மக்களுக்கு சொல்லி கொடுத்ததாக தெரியாது. இங்கே என்ன கூறப்பட்டுள்ளது? உங்கள் பிள்ளைகளுக்கு இதை பற்றி சொல்லுங்கள். இனி நேரம் இல்லை, காலம் இல்லை. உங்கள் பிள்ளைகள் இதை தெரிந்து கொள்ள வேண்டும். உங்கள் பிள்ளைகள் அவர்கள் பிள்ளைகளுக்கு சொல்லட்டும். அந்த பிள்ளைகள், அவர்கள் பிள்ளைகள் அடுத்த தலைமுறைக்கு இதை தெரியப்படுத்தட்டும். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே,
ஆண்டவரின் பிள்ளைகளே, ஆண்டவரால் நேசிக்கப்படுகிற உண்மையுள்ள ஆண்டவரின் பிள்ளைகளே, கடவுள் நம்மை நேசிக்கிறார் என்பதின் அடையாளமே நீங்கள் கேட்ட காரியம். ஏன் உங்கள் பிள்ளைகள் கைவிடப்பட்டு போவார்கள்? இந்த பாக்கியம் அந்த குழந்தைகளுக்கு கிடைக்காமல் போகும். வாலிபர்கள் இதை பெற்றுக்கொள்ளாமல் போவார்கள். உங்களை சுற்றி இருப்பவர்களுக்கு இது கிடைக்காது. ஆகவே இறைவாக்கினர் 2700 ஆண்டுகளுக்கு முன்னால் எழுதப்பட்ட இந்த இறைவார்த்தை இக்காலத்தில், ஏது காலம், 2700 ஆண்டுகள் முடிந்த இந்த காலத்தில் மகா அற்புதம், ஆச்சரியம் நாம் கேட்டுக்கொண்டு இருக்கிறோம். ஹல்லேலூயா, ஹல்லேலூயா. சிந்தித்து பாருங்கள், சிந்தை செய்யுங்கள். ஆண்டவர் நமக்கு கொடுக்கும் இந்த வார்த்தைகள் வேத வசனம். வேத வசனம் பிறரை மாற்ற அல்ல, ஜாதிகளை மாற்ற அல்ல, அவர்கள் எல்லோரையும் பிதாவாகிய தேவனுடைய அன்பின் பாதத்தில் கொண்டு வந்து சேர்ப்பதற்கான பிதாவாகிய தேவனுடைய திட்டம் அதான் இங்கு நடந்து வருகிறது. ஹல்லேலூயா. உங்களை மட்டுமல்ல, எங்களை அன்போடு நேசிக்கிற நல்ல கடவுள். எத்தனை துன்பத்திலும் எவ்வளவு நெருக்கடிகளிலும் நான் ஆண்டவரோடு பேசும்போது சொல்லுவேன், அப்பா, எவ்வளவு துன்பம் வந்தாலும், எவ்வளவு நெருக்கடிகள் ஏற்பட்டாலும், எத்தனை வேதனை உடலில் உண்டானாலும் உம்மை விட்டு பிரிய முடியாது. உம்மை விட்டு பிரிய முடியாது. மேலே போகணும். ஹல்லேலூயா. இந்த பாடுகளும் இந்த வேலைகள் எல்லாமே அதற்காக மட்டும். ஆண்டவருடைய ராஜ்யத்தில் நாம் புறப்பட்டு போவது என்பது, அருமையான சகோதரர்களே, அருமையான சகோதரிகளே, யாராலும் நம்மை மேலே கொண்டு போய் சேர்க்க முடியாது. யாரும் நம்மை மேலே கொண்டு போய் சேர்க்க முடியாது. எப்படி போக வேண்டும்? ஆண்டவராம் ஆவியானவர் பரமபிதாவாகிய தேவனின் பரிசுத்த தேவனாகிய ஆவியானவர் செயலாற்றுகிறார். நம்மை அழுக்கான இடங்களில் தள்ளிவிடாமல் பாதுகாத்து வருகிறார். அதற்கும் மேலாக ஆண்டவர் பரலோகத்தில் இருக்கிற தேவதூதர்களை அனுப்பியிருக்கிறார். அப்படி நேரம் வரும்போது ஒரு கூட்டஞ்சனம் மட்டுமல்ல எழும்போது, பல ஆயிரக்கணக்கான தேவதூதர்கள் அல்ல, பல கோடிக்கணக்கான தேவதூதர்கள் பூலோகத்தை அக்காலம் நிரப்புவார்கள். வருகை நேரம் வரும்போது அந்த தேவதூதர்களோடு அதிபரிசுத்தவான்களாய் நாம் போக வேண்டும் என்னும் கருத்தோடு வாழும் மக்களும் ஆண்டவராம் ஆவியானவரும் 7 ஆவிகளும் ஒன்றுபட்டு எழுந்து நேரே மேலாய் பரலோகம் செல்லுவார்கள். ஹல்லேலூயா, ஹல்லேலூயா. காலமில்லை, நாங்கள் நொந்து நிற்பவர்கள், இரத்த கண்ணீர் வடிப்பவர்கள். இந்த வேளையில் அநேகர் மீட்படைய வேண்டும், ஆண்டவரின் மக்களாக மாற வேண்டும். கேளுங்கள், நான் கூறுவதை, ஆண்டவரின் பிள்ளைகளாக மாற வேண்டும். ஹல்லேலூயா. ஆண்டவரின் மக்களாக மாற வேண்டும். ஆண்டவருக்கு ஒரு ஜனம் பூமியில் தேவை. ஆண்டவரின் ஜனம் பூமியில் சாட்சியமாக வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவருக்கு ஒரு ஜனம் தேவை. நீங்கள் நடமாடும் போதும் வேலைகள் செய்யும் போதும் நம்மை கண்ணோக்கிற ஆண்டவர் பரலோகத்தில் இருக்கிறார். அவர் நமக்கு தேவையான எல்லாமே செய்வார். நீங்கள் கரெக்டாக இருந்தால் ஒரு காய்ச்சல் கூட உங்கள் உடலில் வராது. நீங்கள் சரியாக இருந்தால் ஒரு வியாதி வராது. நீங்கள் உண்மையாக இருந்தால் உங்களை தோல்பிக்க யாராலும் முடியாது. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவருக்கு நன்றி சொல்லுங்கள். ஆண்டவர் கூறியது, ஆண்டவராகிய கடவுள் கூறியது. யோகனான் அருளப்பர் கேட்டார். வெளிப்படுத்தல் 21:3,
பரலோக ராஜ்யத்திலிருந்து நான் ஒரு பெரிய குரலை கேட்டேன். அந்த குரல் கூறியதாவது, இதோ இதோ கடவுளின் இல்லம் மனிதரிடையே உள்ளது. ஹல்லேலூயா, ஹல்லேலூயா. நான் பெரியதொரு குரலை பரலோக ராஜ்யத்தில் கேட்டேன். அந்த குரல் கூறியதாவது, இதோ கடவுளின் இல்லம். கடவுளின் இல்லம் என்றால் அது ஆண்டவராகிய கடவுளின் வல்லமை. அவர் என்ன குரல் கேட்டார்? கடவுளின் இல்லம் மனிதர் இடையே இறங்கி வந்துள்ளது. மீண்டும் ஆண்டவராகிய கடவுள் கூறுகிறார், அவர்களோடு, அந்த மக்களோடு, இந்த வல்லமை பெற்றுக்கொள்ளும் மக்களோடு நாம் குடிகொள்வோம். அவர்கள் எல்லோரும் நமக்குரிய பிள்ளைகளாயிருப்பர். கடவுள் தாமே, ஆண்டவராகிய கடவுள் தாமே அந்த மக்களோடு குடியிருப்பார். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அருமையான சகோதர சகோதரிகளே, உங்கள் இல்லங்களில் ஜெபிக்க மறவாதீர்கள். இந்த பிரேயரில் அநேகர் கலந்து கொண்டிருக்கலாம். ஆண்டவருடைய ராஜ்யத்தின் வேலையை முடிக்க அவர் ஆவலாக இருக்கும்போது அவருடைய இல்லத்தில் காணப்படுகிற நாமும் அதே சிந்தையோடு காணப்பட வேண்டும். மறவாதீர்கள், ஜபத்தை விட்டு விடாதீர்கள். ஆண்டவர் உங்கள் எல்லோரையும் ஆசீர்வதிப்பார். எல்லோரும் முழங்கால் படியிடுவோம். Glory to Lord, praise the Lord, glory to Lord, glory to Lord, glory to Father, hallelujah, 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 glory to Lord, glory to Lord, praise the Lord. அப்பா அப்பா, அந்த இறப்பும் இந்த மக்கள் மேல் இறங்கட்டும், இந்த ஆவி இறங்கட்டும், இந்த ஆவி இறங்கட்டும், இந்த வல்லமையின் சக்தி இறங்கட்டும், இந்த வல்லமையின் சக்தி இறங்கட்டும், இந்த ஆவி இறங்கட்டும். praise the Lord, glory to Lord, glory to Lord, praise the Lord, amen, hallelujah, 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 amen, hallelujah, hallelujah, amen, hallelujah. உம்முடைய மாபெரும் வல்லமை இறங்கட்டும், உம்முடைய மாபெரும் சக்தி இறங்கட்டும். கடல் போல கடல் போல கடல் போல வல்லமை ஆழக்கடல் போல் இறங்கி நிரப்பட்டும், 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 நிரப்பட்டும். வல்லமை 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 தேவ வல்லமை, பரிசுத்த வல்லமை, பரிசுத்தவான்களுக்குரிய வல்லமை 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 பெற்றுக்கொள்ளுங்கள். எல்லோரும் எல்லோரும் பெற்றுக்கொள்ளுங்கள். சகோதரர்கள் எல்லோரும் கைத்தாளத்தோடு செவியுங்கள், பெற்றுக்கொள்ளுங்கள், வல்லமை பெற்றுக்கொள்ளுங்கள். பிரைஸ் தி லார்ட், glory to Lord. வல்லமை 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 தேவ வல்லமை வல்லமை வல்லமை. பிரைஸ் தி லார்ட், glory to Lord, glory to Lord, glory to Lord. பிரைஸ் தி லார்ட், glory to Lord, glory to Lord. பிரைஸ் தி லார்ட். வல்லமை தாரும் ஆண்டவரே என்று கேளுங்கள், வல்லமை தாரும் ஆண்டவரே என்று கேளுங்கள். ஆண்டவர் தருவார், பெற்றுக்கொள்ளுங்கள். ஆண்டவர் தருவார், பெற்றுக்கொள்ளுங்கள். பிரைஸ் தி லார்ட், glory to Lord, glory to Lord, glory to Lord. பிரைஸ் தி லார்ட், glory to Lord, glory to Lord. பிரைஸ் தி லார்ட். ஆமென், ஹல்லேலூயா, ஆமென், ஹல்லேலூயா, ஹல்லேலூயா. ஜெப ஆவி ஊற்றும் தேவா, ஜெப சிந்தை தாரும் தேவா. இந்த மக்களை நிரப்பும் ஆண்டவரே, இந்த மக்களை நிரப்பும், இந்த ஆவியால் நிரப்பும். எண்ணம் 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 நிரப்பும், எண்ணம் 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 நிரப்பும் ஆண்டவரே, நிரப்பும் ஆண்டவரே, நிரப்பும் ஆண்டவரே, நிரப்பும் ஆண்டவரே. பாவமக்கு நன்றி, நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி பிதாவே, நன்றி பிதாவே. இயேசுவின் நாமத்தில் கெஞ்சி கேட்கிறோம். மது வல்லமையின் ஆவியால், மது வல்லமையின் ஆவியால் நிரப்பும் தகப்பன, நிரப்பும் நிரப்பும் நிரப்பும். வல்லமை இறங்கி செயலாற்றட்டும். ஆமென் ஆண்டவரே. பிரைஸ் தி லார்ட், glory to Lord. நன்றியோடு மை துதிக்கிறோம் பிதாவே.
நன்றியோடுமே ஸ்தோத்தரிக்கிறோம் ஆண்டவரே. நீர் செய்த சகல நன்மைகளுக்காக நன்றி ஆண்டவரே. உடைய ஆசீர்வாத கரம் இந்த மக்களோடு செயலாற்றுவதற்காய் நன்றி ஆண்டவரே. அவர்கள் கேட்பதை விட நீர் அவர்களை ஆசீர்வதிப்பதற்காய் நன்றி தகப்பனே. நன்றியோடுமை துதிக்கிறோம் ஆண்டவரே. நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி ஆண்டவரே. நன்றி பிதாவே, உமக்கு நன்றி 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 ஆண்டவரே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறேன். ஜெபங்கேளும் நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே. என் முழு உள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே. அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமேன். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா.